എവരിവൺ, വെൽക്കം ടു കോളേജ് മുൻഷി. അപ്പോൾ നമ്മളെല്ലാവരും അറിഞ്ഞു കാണുമായിരിക്കുമല്ലോ, റീസെൻ്റ് ആയിട്ട് വന്ന ന്യൂസിനകത്ത് മെയ് 3 നടത്തിയ 2026 നീറ്റ് എക്സാം ക്യാൻസൽ ചെയ്തതായിട്ട് ഇന്ത്യ ഇന്നലെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് ലീക്കായതിനെ പറ്റിയിട്ടും ഒക്കെ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ വന്നതിനെ തുടർന്നാണ് ഇന്ത്യ ഇങ്ങനൊരു തീരുമാനം എടുത്തിട്ട് ഈ 2026 നീറ്റ് എക്സാം ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. പണ്ട് ഇതേപോലെ 2024 നീറ്റ് എക്സാമും ഇതുപോലെ ക്യാൻസൽ ചെയ്തിട്ട് പിന്നെ റീഷെഡ്യൂൾ ചെയ്തിട്ടായിരുന്നു നടത്തിയിട്ടുണ്ടായിരുന്നത്. ഇപ്രാവശ്യത്തെ നമ്മുടെ നീറ്റ് എക്സാമിന് ഒരുവിധം നമ്മൾ സ്റ്റുഡൻസിൻ്റെ എല്ലാം റിവ്യൂ എടുത്തപ്പോൾ നമുക്ക് അറിയാൻ പറ്റിയത് നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷങ്ങളെ വെച്ചിട്ട് കമ്പയർ ചെയ്ത് നോക്കുമായിരുന്നുണ്ടായിരുന്നെങ്കിൽ എക്സാം ഒക്കെ ഭയങ്കര ഈസി ആയിരുന്നു. ഒത്തിരി പേർക്ക് നല്ല ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതായിരുന്നു നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇത് ക്യാൻസൽ ചെയ്ത സ്ഥിതിക്ക് ഉടൻ തന്നെ അടുത്ത എക്സാം എന്നാന്ന് റീഷെഡ്യൂൾ ചെയ്തിട്ട് നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഇന്ത്യയുടെ സൈറ്റിനകത്ത് അവർ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ അപ്പോൾ ഉള്ള എല്ലാ അപ്ഡേറ്റ്സും കാര്യങ്ങളും നമ്മുടെ കമ്മ്യൂണിറ്റി ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. നിങ്ങൾ പഴയ പോലെ ഇതേപോലെ ഒന്നേന്നും പറഞ്ഞ് ഇനി രജിസ്റ്റർ ചെയ്ത് ഇനി നീറ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓൺലൈൻ അപ്ലൈ ചെയ്യണമെന്നൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഇന്ത്യയുടെ നോട്ടിഫിക്കേഷൻ പേപ്പറിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് തൊട്ടുള്ള രജിസ്ട്രേഷനും കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി എക്സാം റീഷെഡ്യൂൾ ചെയ്തതിന് ശേഷം അഡ്മിറ്റ് കാർഡ് നിങ്ങളുടെ സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആ അഡ്മിറ്റ് കാർഡ് എടുത്തിട്ട് നിങ്ങൾക്ക് എക്സാമുകളിലേക്കൊക്കെ പോകാവുന്നതാണ്. അതുകൊണ്ട് അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കും കാര്യങ്ങളൊന്നും വേണ്ട. നിങ്ങൾ ഈ എക്സാം ക്യാൻസൽ ആയാലോ എന്ന് ഓർത്ത് വിഷമിച്ചിരിക്കാതെ നിങ്ങളിതൊരു പോസിറ്റീവ് മൈൻഡിൽ എടുത്തിട്ട് നിങ്ങൾക്കൊരു സെക്കൻഡ് ചാൻസ് കിട്ടിയ പോലെ ചിന്തിച്ചിട്ട് ഇനി അങ്ങോട്ട് ഏകദേശം ഒരു 2 അല്ലെന്നുണ്ടെങ്കിൽ 1.5 മാസമെങ്കിലും ഒരു ഗ്യാപ്പ് ഇട്ടിട്ടായിരിക്കും അടുത്ത എക്സാം വരാൻ ചാൻസ് ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ ആ ഒരു ടൈം നിങ്ങൾ വേസ്റ്റ് ചെയ്യാതെ കുറച്ചുകൂടെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് ഇനി എക്സാം എഴുതാനകത്ത് നല്ലപോലെ അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ പോയിട്ടുണ്ടെങ്കിൽ, അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് ഒക്കെ വന്നിട്ട് അയ്യോ എനിക്ക് ആ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ലല്ലോ എന്നൊക്കെ ഓർത്ത് വിഷമിച്ചിരിക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ സെക്കൻഡ് ചാൻസ് ആയിട്ട് കണ്ടിട്ട് നിങ്ങൾ നല്ല പോലെ തന്നെ ഇത്രയും നാളും നിങ്ങൾ എങ്ങനെയാണോ നീറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തത് അതുപോലെ തന്നെ ഇനിയും നിങ്ങൾ നല്ല ഫോക്കസ്ഡ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. ഈ ഒരു ക്യാൻസലിനെ പറ്റിയിട്ടൊന്നും ഓർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ ഒന്നുകൂടെ എക്സാം എഴുതി കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് മാർക്ക് മേടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക. എന്തെങ്കിലും അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മളുടൻ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലും അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് ആരെങ്കിലും നമ്മുടെ കമ്മ്യൂണിറ്റി ചാനലിൽ ജോയിൻ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മൾ താഴെ ലിങ്ക് എടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇതിനെ പറ്റിയിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും കാര്യങ്ങളോ നിങ്ങൾക്ക് അറിയണമെങ്കിലോ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പർ നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് വേണ്ട കൗൺസിലിംഗ് ആയാലും നീറ്റ് എക്സാമിനെ പറ്റിയിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ ആയാലും നമ്മൾ എല്ലാ കരിയർ ഗൈഡൻസും പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും.